മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. രാഹുൽ കഴിഞ്ഞ 17 ദിവസത്തിലേറെയായി മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ തുടരുകയാണ്. ഷിജോ കുര്യൻ ഈ വാർത്തയുടെ അപ്ഡേഷനുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരും. അതുപോലെ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷിജോ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വിഷ്ണുവിന് ഒരു സുപ്രഭാതം. SKN വെരി ഗുഡ് മോർണിംഗ്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ കാര്യത്തിൽ ഇന്ന് ഒരു നിർണായകമായിട്ടുള്ള ദിനമാണ്. കഴിഞ്ഞ 2 തവണയും രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയാനായിട്ട് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി വന്നപ്പോൾ അത് പിന്നീട് മാറ്റിവെക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും ഒക്കെ വാദം പൂർത്തിയായതാണ്. ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കരുത്, രാഹുൽ അന്വേഷണമായിട്ട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല, ചോദ്യം ചെയ്യലുമായിട്ട് പോലും സഹകരിക്കാത്തൊരു സാഹചര്യമുണ്ട്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം, രാഹുൽ ഇപ്പോൾ പുറത്തിറങ്ങിയ അതിജീവിതയുടെ ജീവന് വരെ വലിയ ഭീഷണിയാണ്, തെളിവുകൾ നശിപ്പിക്കും, അങ്ങനെയുള്ള വാദമുഖങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയതാണ്. സ്വാഭാവികമായിട്ടും ജാമ്യത്തെ എതിർക്കുന്ന ഒരു നിലപാട് തന്നെയാണ് പ്രോസിക്യൂഷൻ സെഷൻസ് കോടതിയിലും സ്വീകരിച്ചത്. പക്ഷേ ഇതിനകത്ത് പല കാര്യങ്ങളും, പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും വ്യാജമാണ്, ഒരു ജനപ്രതിനിധിയാണ്, അന്വേഷണമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കും, ജില്ലയിൽ തന്നെ ഉണ്ടാകും, അങ്ങനെ ഈ ഒരു വാദമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചത്. ആ വാദങ്ങളെല്ലാം കോടതിയിൽ പൂർത്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതിഭാഗം കോടതിയിൽ കൊണ്ടുവന്ന ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിനടക്കം ഒരു കോടതിയുടെ പരിശോധനകൾ പൂർത്തിയായതാണ്. അപ്പോൾ കോടതി ഇന്ന് രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ആകാംക്ഷ. കഴിഞ്ഞ 17 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡിലാണ്, മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ രാഹുൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമോ എന്നതിനകത്ത് വലിയ ആകാംക്ഷയുണ്ട്. പ്രതിഭാഗം പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് 99% രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് ജാമ്യം കിട്ടും എന്നുള്ളത് തന്നെയാണ് പ്രതിഭാഗം പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ മറിച്ചൊരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും രാഹുൽ വീണ്ടും ഈ പറയുന്ന കസ്റ്റഡി റിമാൻഡിൽ തന്നെ പോകേണ്ടി വരും. അതിനുശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്യുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ചുകൊണ്ട് ഒരു നിർണായകമായിട്ടുള്ള ദിനം തന്നെയാണ് ഇന്ന്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.